അതായത് പ്രധാനമായും ഈ പറയുന്നത് പോലെ ഇന്ന് ഈ സംഘർഷാവസ്ഥയിലേക്ക് പോകാൻ അല്ലെങ്കിൽ സംഘടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ വൈദികരെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പോലീസിനെതിരെയും നടപടിയുണ്ട്, ആ നടപടി ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വൈദികന്റെ തിരുവസ്ത്രം വലിച്ചു കീറുകയെന്ന് വെച്ചാൽ ഓരോ ക്രിസ്ത്യാനിയെ അപമാനിക്കണം. ഈ കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനിയെയും അപമാനിക്കാൻ ഈ പോലീസുകാരുടെ യൂണിഫോമിന് തൊട്ടാൽ അവർ സമ്മതിക്കുമോ? ഒരു വൈദികന്റെ തിരുവസ്ത്രം എന്ന് വെച്ചാൽ ഈ വിശ്വാസി സമൂഹം മുഴുവനും ഈ തിരുവസ്ത്രത്തെ ബഹുമാനിക്കുന്നുണ്ട്. ആ ഫുട്ടേജിൽ കാണാമല്ലോ, നമ്മളെ TV വാർത്തകൾ മുഴുവനും കണ്ടു. ഒരു വസ്ത്രം ഊരിയെടുക്കുന്നത്, ആ തിരുവസ്ത്രം ഊരിയെടുക്കുന്നത് ഇവിടുത്തെ ക്രിസ്തീയ വിശ്വാസികളായ ഒരു മനുഷ്യനും ചോരം അറ്റുപോയിട്ടില്ലെങ്കിൽ ജീവൻ വരെ ഞങ്ങൾ പോരാടും. കാരണം തിരുവസ്ത്രത്തെ അപമാനിച്ചത് ക്രിസ്ത്യാനിയെ അപമാനിക്കേണ്ട തുല്യമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനം ഒഴിയാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചതായിട്ട് പറയുന്നു. അല്ല, അതൊക്കെ വരട്ടെ. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് അകത്ത് പോകണം, അവർ പുറത്ത് കിടത്തി അച്ഛന്മാരെ അകത്ത് കൊണ്ടുവരണം. അത്ര ഞങ്ങളുടെ ആവശ്യം. അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളിവിടെ നാളെ ഞായറാഴ്ച ആണെങ്കിൽ ഇവിടെ വരും, ആൾക്കാരെ ഇങ്ങോട്ട് വരും. ചർച്ചയെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അനുകൂലമായ തീരുമാനം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചയിൽ അല്ല, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി നിൽക്കുന്നു. എന്തും വരട്ടെന്ന് വരട്ടെ. ഇനി ജീവൻ പോയാലും ഇതൊന്നും പിന്നോട്ട് പോകുന്നില്ല. ഞങ്ങൾ വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തുടങ്ങാൻ ഇതായിട്ട് ഞങ്ങൾ വൈകിപ്പോയി. അതവർ മുതലെടുത്തു. എന്തായാലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ വൈദികരെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോഴുള്ള വഴിയാണ് ഉള്ളത്, അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ബിഷപ്പ് ഹൗസിലേക്ക് തന്നെ കൊണ്ടുവരണം. അതുവരെ സമരം തുടരും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നതനുസരിച്ച് ഇനി എന്താണ് തുടർ നടപടികളിൽ നിന്ന് വ്യക്തത വരികയും ചെയ്യും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ബോസ്കോ പുത്തൂറിന് പകരം ജോസഫ് പാംപ്ലാനി ആയിരിക്കുമെന്നൊക്കെ അറിയുന്നുണ്ടല്ലോ. അതിലൊരു ഔദ്യോഗിക തീരുമാനമായിട്ടുണ്ടോ? ചർച്ച കഴിയട്ടെ. അത്തരമൊരു തീരുമാനത്തിലേക്ക് ഔദ്യോഗികമായി വന്നിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് വിമതരണം മാത്രം പറയരുത് കേട്ടോ. ഇല്ല, വിമതനല്ല പറയുന്നത്. ഞങ്ങൾ വിമതരല്ല. ഞങ്ങള് അങ്കമാലി ജനാഭിമുഖ കുർബാന ആഗ്രഹിക്കുന്ന നല്ല പ്യുവർ ക്രിസ്ത്യാനികളാണ് കേട്ടാ. വിമതരണം മാത്രം നിങ്ങൾ പറഞ്ഞ വിമതരം നല്ലല്ലോ നമ്മൾ സംബോധന ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്യണത്. നിങ്ങളുടെ വാർത്താമാധ്യമങ്ങൾ മുഴുവൻ എന്തായാലും ഞാൻ ആ ചോദിച്ച ഒരു കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. കാരണം അക്കാര്യത്തിലൊരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. കാരണം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ബോസ്കോ പുത്തൂര് ഇക്കാര്യത്തിലൊരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് സ്ഥാനം ഒഴിയുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അതിനൊരു ഇനി മറ്റ് നടപടികളുണ്ട്. അത്തരം നടപടികളിലേക്ക് പോയാൽ മാത്രമാണ് നമുക്കൊരു സാങ്കേതികമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടത്. ബിഷപ്പ് സിനഡിനെ ഇതിൻ്റെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സ്ഥാനം ഒഴിയുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നമുക്ക് തോന്നുന്നത് ചർച്ചകൾ ഏകദേശം പൂർത്തിയാകുന്നു. ഇന്ന് കൂടുതൽ പോലീസുകാർ വരുന്നുണ്ട്. വിശ്വാസികൾ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നതനുസരിച്ച് കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ചർച്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇത്തരം നടപടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വേറെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ചർച്ച പൂർത്തിയായോ സിജോ? ഇപ്പോൾ ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. ADMന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുന്നു. ജില്ലാ കളക്ടറാണ് ഇതിൽ നീക്കത്തിന്റെ ഭാഗമായിട്ട് ADMനെ ചുമതലപ്പെടുത്തുന്നത്. ADM എത്തി ഏകദേശം 1 മണിക്കൂറോളമാകുന്നു. എന്തായാലും 2 വൈദികർ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുകയാണ്. ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ശരി, ADMന്റെയും DCPയുടെയും നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധക്കാരുമായി ചർച്ച തുടരുകയാണ്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.